What are isomers? Draw all possible isomers of C4H10 and name them. Isomers are chemical compounds which have same molecular formula and different structural formula. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് C4H10 ആണ്. C4H10 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 4 കാർബൺ ആറ്റംസ് ഇങ്ങനെ നിരത്തി എഴുതാം. 4 കാർബൺ ആറ്റംസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഇട്ട് കൊടുക്കാം. കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ വാലൻസി, കാർബണിൻ്റെ വാലൻസി 4 അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. H3, CH3, CH2, CH2, CH3. ഇതാണ് ബ്യൂട്ടൈൻ അല്ലെങ്കിൽ ഈ C4H10 എന്ന് പറയുന്ന ഇതിൻ്റെ സ്ട്രക്ചർ നോർമൽ ബ്യൂട്ടൈൻ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് C4H10 എന്ന ഒരു കോമ്പൗണ്ടാണ്. ഇത് പേര് ബ്യൂട്ടൈൻ ആണ്. ഇനി വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ ഐസോമറാണ്. ഐസോമർ വരയ്ക്കുമ്പോൾ ഇതേ സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കില്ല. അതായത് ഇങ്ങനെ 3 കാർബൺ നിങ്ങൾക്ക് നിരത്തി എഴുതാം. ഒരു കാർബൺ നടുക്കത്തെ കാർബണിൻ്റെ അടിയിലിടാം. അപ്പോൾ അതൊരു ബ്രാഞ്ചായി കൊടുക്കും. ഇനി ഇത് CH3, ഇവിടെ 3 ബോണ്ടുണ്ട്, പിന്നെ ഒരു ഹൈഡ്രജൻ കൂടി മതി. ഇവിടെ 3 ഹൈഡ്രജൻ വേണം, ഇവിടെയും 3 ഹൈഡ്രജൻ വേണം. ഇതാണ് ഐസോബ്യൂട്ടൈൻ. ഐസോബ്യൂട്ടൈൻ സ്ട്രക്ചറിൻ്റെ പേരാണ് ഐസോബ്യൂട്ടൈൻ എന്ന് വിളിക്കും. IUPAC നെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1, 2, 3 സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 2 മീഥൈൽ, IUPAC നെയിമാണെങ്കിൽ 2 മീഥൈൽ പ്രൊപ്പൈൻ. 3 കാർബൺ ആറ്റമുള്ളൂ, പ്രൊപ്പൈൻ. കണ്ടോ, ഇതാണെങ്കിൽ ബ്യൂട്ടൈൻ എന്നായിരുന്നു ഇതിൻ്റെ പേര്. പക്ഷേ ഇത് 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഈ ബ്യൂട്ടൈൻ്റെ ഒരു ഐസോമറാണ് 2 മീഥൈൽ പ്രൊപ്പൈൻ അല്ലെങ്കിൽ കോമൺ നെയിമായ ഐസോബ്യൂട്ടൈൻ എന്നറിയപ്പെടുന്ന C4H10 എന്ന മോളിക്കുലർ ഫോർമുലയുള്ള കോമ്പൗണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല C4H10 ആണ്. പക്ഷേ സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, നെയിമും ഡിഫറെൻ്റ് ആണ്. ഇത്തരം കോമ്പൗണ്ട്സിനെയാണ് ഐസോമർ എന്ന് വിളിക്കുന്നത്.